നിലാവിന്റെ അധിപൻ. എഴുതിയത് എസ്. അഭിലാഷ്. ക്ലാവു പിടിച്ച ചെമ്പുതളികയിൽ നിന്നും രുചികരമായ ആ രാജകീയ സദ്യയുടെ പങ്ക് നിലത്ത് ചമ്മണം പൂട്ടിയിരുന്ന് കുഞ്ഞുമകൻ ആർത്തിയോടെ വാരിവലിച്ചു തിന്നുന്നത് കണ്ടപ്പോൾ സുലുവിന്റെ കണ്ണു നിറഞ്ഞു. കണങ്കാലിലെ ആഴത്തിലുള്ള മുറിവുചാലിൽ പച്ചില മരുന്ന് വെച്ചുകെട്ടവേ അയാൾ ദീർഘമായി നിശ്വസിച്ചു. കഷ്ടം! ഇല്ലാത്തത് കാണുമ്പോൾ ഏതു പ്രാണിക്കും സംഭവിക്കാവുന്ന സഹജമായ ആർത്തി. താമ്രത്തളികയിലെ തട്ടുകളിൽ ചുവന്നു തുടുത്ത മാതളപ്പഴങ്ങളുടെ അല്ലികൾ, പഴുപ്പെത്തിയ വാഴപ്പഴങ്ങൾ, തീരമണലിലെ ഉപ്പളങ്ങളിൽ കടൽവെള്ളം വറ്റിച്ചെടുത്ത ഉപ്പുകല്ലുകൾ, മലനാടുകളിലെ വേടന്മാർ രാജാവിന് കാഴ്ചവെച്ച നറുതേൻ, തെക്കുദേശത്തെ വയലേലകളിൽ വിളഞ്ഞ ചമ്പാവരിയുടെ സ്വാദിഷ്ടമായ ചോറ്. അവൻ തിന്നട്ടെ, കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ചു പോന്ന വിശപ്പ് ഒടുങ്ങുവോളം. ചാളയ്ക്ക് പുറത്ത് മഴ തകർത്ത് പെയ്യുകയാണ്. വൈക്കോൽ മേഞ്ഞ മേൽക്കൂരയിലും ചെളി നിറഞ്ഞ മുറ്റത്തും അതിന്റെ കനത്ത കാലൊച്ചകൾ കേൾക്കാം. ആർത്തു കൂത്താടുന്ന മഹാമാരിയിൽ അശരണരായ പറവകളുടെ പരിഭ്രാന്തമായ കുറുകലും കേൾക്കാം. അറുതിയില്ലാത്ത മഴ, കാലവർഷാഗമനത്തിന്റെ കേളികൊട്ട്. കാലം തെറ്റിയിട്ടാണല്ലോ ഇപ്രാവശ്യത്തെ കാലവർഷം. മയമില്ലാത്ത കുമ്മായത്തറയിൽ തണുത്തു വിറച്ചു കുത്തിയിരുന്ന സുലുവിന്റെ പ്രായം ചെന്ന അപ്പൻ സംശയിച്ചു. പതിവില്ലാത്ത വേഗവും ശക്തിയും. കാലം തെറ്റിയ മഴ കാലന്റെ വരവാണ് നാട് മുടിക്കാൻ. ആചാരങ്ങൾ പലതും തെറ്റുമ്പം ഇങ്ങനെ ചിലത് കരുതിയിരുന്നല്ലേ പറ്റൂ. അപ്പൻ എന്തുദ്ദേശിച്ചിട്ടാണ്? കാലന്റെ വരവാണ് പോലും. പിച്ചും പേയും പറയുമ്പോൾ കാലവും സമയവും നോക്കണം. സുലു അപ്പനോട് കയർത്തു. നിലയ്ക്കാത്ത മഴ കണ്ടില്ലേ? എപ്പോഴും കൊടുങ്കാറ്റ് വീശാം, മരങ്ങൾ കടപുഴകി വീഴാം, ഉൽക്കകൾ മാനം കീറിക്കൊണ്ട് വന്നു പതിച്ചേക്കാം. കാലം മാറ്റങ്ങളുടെ കുസൃതിക്കളികൾ ആചാര്യന്മാരുടെ കണ്ടുപിടുത്തങ്ങൾക്ക് പോലും വഴങ്ങാത്തതാണല്ലോ. വയ്യാത്ത കാലുമായി എങ്ങനെ പോകാനാണിന്ന്? ദൂരമെത്ര താണ്ടണമെന്ന് വല്ല നിശ്ചയവുമുണ്ടോ നിലാവിന്റെ ക്ഷേത്രത്തിലേക്ക്? പക്ഷേ ചെയ്യുന്നത് രാജ്യദ്രോഹമല്ലേ? ചായ്പിന്റെ മൂലയിൽ തണുത്തു വിറച്ച് ശീല കൊണ്ട് ശരീരം പൊതിഞ്ഞു ചടഞ്ഞുകൂടിയ ഭാര്യ ഭയപ്പാടോടെ ചോദിച്ചു. നിക്കാകെ ഭയമാകുന്നു. പുറത്തെങ്ങാനും അറിഞ്ഞാൽ കുഞ്ഞിന്റെ പള്ള പിളർന്ന് വറ്റുകൾ പുറത്തെടുക്കാൻ പോലും തമ്പുരാൻ കൽപ്പിച്ചെന്നിരിക്കും. ഞാനുള്ളപ്പോൾ കുറ്റം ഒരിക്കലും അവന്റെ മേത്ത് ചെന്ന് വീഴില്ല. നീ നമ്മുടെ കുഞ്ഞിന്റെ മുഖത്ത് തെളിഞ്ഞു നിൽക്കുന്ന പ്രസാദം കണ്ടോ? അതിനേക്കാൾ വിലയുള്ളതല്ലല്ലോ എന്റെ ജീവൻ. പ്രധാനപ്പെട്ട 1000 കാര്യങ്ങളുടെ ഇടയിൽ നിന്ന് ഈ അടിയാന്റെ മോഷണക്കഥ ഒരിക്കലും തമ്പുരാന്റെ കാതിൽ എത്താൻ പോണില്ല. സുലു ഭാര്യയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അതുമാത്രല്ല, നിലാവിന്റെ ക്ഷേത്രത്തിലെ ചാത്തന്റെ ചോറാണിത്. രാജാവ് അറിഞ്ഞില്ലേലും ചാത്തൻ അറിയാതിരിക്കോ? ചാത്തന്റെ വെറുതെ പറയണതാ. അങ്ങനൊരു ചാത്തൻ ഇല്ലെന്നതാണ് സത്യം. ഉണ്ടായിരുന്നെങ്കില് നിലാവിന്റെ ക്ഷേത്രത്തിലേക്ക് ചാത്തന് തീറ്റയും കൊണ്ടുള്ള പതിവ് യാത്രക്കിടയില് ഒരിക്കലെങ്കിലും ഞാൻ കാണേണ്ടതായിരുന്നു. വിശന്നിട്ടല്ലേ? നമുക്ക് കിട്ടിയില്ലേലും നമ്മുടെ മോന് ഒരു നേരമെങ്കിലും വയറു നിറയെ കൊടുക്കാൻ പറ്റിയല്ലോ, അത് മതി. ഇനി ഒരു പക്ഷേ അങ്ങനെ ഒരു ചാത്തന ഉണ്ടെങ്കിൽ തന്നെ അയാൾക്കും ഉണ്ടാവൂലേ മനസാക്ഷി? വിശപ്പിന്റെ വേദന അറിയാതിരിക്കോ നിലാവിന്റെ അധിപൻ? ഭാര്യ മറുപടി പറയാതെ വരാന്തപ്പടിയിൽ വീണു ചിതറുന്ന മഴത്തുള്ളികളുടെ നൃത്തത്തിലേക്ക് ശ്രദ്ധ മാറ്റി. സുലു നിലത്ത് വിരിച്ച തഴപ്പായിലേക്ക് ചാഞ്ഞു. നിലാവുള്ള രാത്രികളിലെല്ലാം പോകാറുള്ളതാണ്. ദൂരെ പുഴയിറമ്പിലെ മുൾവള്ളിപ്പടർപ്പുകൾ മൂടിയ നിലാവിന്റെ ക്ഷേത്രത്തിലേക്ക്. രാജാവിന്റെ ഉച്ചഭക്ഷണത്തിന്റെ പങ്കുമായി. വെണ്ണിലാമഴയിൽ നിഴൽപ്പാടുകൾ ഭരിക്കുന്ന വഴിത്താരകളിലൂടെ മാടപ്പുരകൾക്കിടയിലൂടെ വേണം പുഴയിറമ്പിലെത്താൻ. തണുത്ത പുഴവെള്ളത്തിന്റെ ആർദ്ര ചുംബനം ഏറ്റുവാങ്ങുന്ന പുഴത്തീരത്തെ മഴക്കാടുകളുടെ നിഴൽ വീണ് കിടക്കുന്ന വള്ളിപ്പടർപ്പുകൾ ചികഞ്ഞു മാറ്റി നടന്നാൽ കാണാം ചെമ്മൺകട്ടകൾ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ പഴക്കം ചെന്ന ക്ഷേത്രം. ചീവീടുകൾ പോലും നിശബ്ദരാണ് അവിടെ. ശ്രീകോവിലിന്റെ മാന്തടി വാതിൽ തള്ളിത്തുറന്ന് ഭക്ഷണഭാണ്ഡം ഉള്ളിൽ വെക്കുമ്പോൾ കണ്ണുകൾ അടച്ചു തന്നെ പിടിച്ചിരിക്കണമെന്നാണ് വെയ്പ്പ്. നിലാവിന്റെ അധിപനായ കരിങ്കണ്ണൻ ചാത്തനെ അടിയാന്മാർ കാണാൻ പാടില്ലത്രേ. ഭക്ഷണം ചാത്തിന് വേണ്ടിയാണ്. രാജ്യത്തിന് നിലാവ് കൊടുക്കുന്നതിന് പ്രതിഫലമായി രാജഭോജനത്തിന്റെ ഒരു വീതം കൊടുത്തില്ലെങ്കിൽ ചന്ദ്രിക മറിയുമ്പോൾ ചാത്തൻ അരമനയിലെത്തി രാജാവിന്റെ മാംസം ഭക്ഷിച്ച് വിശപ്പ് മാറ്റുമെന്നാണ് കേട്ടിട്ടുള്ളത്. രാജാവിന്റെ ഉച്ചഭക്ഷണത്തിന്റെ വിഭവങ്ങളെല്ലാം ഉണ്ടാകണം നിലാവിന്റെ അധിപന് കൊടുത്തയക്കുന്ന ഭാണ്ഡത്തിൽ.
വലിയ തിരുമനസ് ഭരിച്ചിരുന്നപ്പോൾ ഭക്ഷണം കൊണ്ടുപോകേണ്ട ജോലി സുലുവിന്റെ അപ്പനായിരുന്നു. അപ്പന് വയ്യാണ്ടായപ്പോൾ സുലുവിനായി. ക്ഷേത്രത്തിന്റെ മച്ചിന്മേൽ കെട്ടിത്തൂക്കിയ ഉറിയിൽ അന്നത്തെ നൈവേദ്യ ചോറുണ്ടാകും. അതുമെടുത്ത് മടങ്ങാം. ആ ഒരു പിടി ചോറിന് ചുറ്റിപ്പറ്റിയായിരുന്നു സുലുവിന്റെ കുടുംബത്തിലെ 4 വയറുകളുടെ ജീവിതം. പുലരുമ്പോൾ ഭാണ്ഡവും തളികകളും തിരികെ എടുക്കാനും സുലു തന്നെ പോകണം. പ്രഭാതങ്ങളിൽ കാലിയായ തളികൾ കണ്ട് ആദ്യമൊക്കെ അത്ഭുതപ്പെട്ടിരുന്നു. പിന്നെ ചിലതൊക്കെ മനസ്സിലാക്കി. ക്ഷേത്ര പരിസരത്തെ നിലാവെളിച്ചത്തെപ്പോലും വിലക്കിക്കൊണ്ട് വിസ്തൃതിയിൽ ചുറ്റിപ്പിണഞ്ഞ് പടർന്നു കിടക്കുന്ന വള്ളിക്കൂട്ടങ്ങൾക്കിടയിലാണ് രാജ്യത്തെ പ്രധാന മോഷ്ടാക്കളുടെ രാത്രിവാസം. അത്താഴത്തിന് അവർക്ക് എന്തുകൊണ്ട് രാജകീയ വിഭവങ്ങളായിക്കൂടാ? അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും നാടാണിത്. സൂര്യതേജസ്സും നിലാവും ഭരിക്കുന്ന, കടൽക്കാറ്റും കരക്കാറ്റും താലോലിക്കുന്ന, ഉരുൾപൊട്ടലുകളും ചുഴലിവാതങ്ങളും നടക്കുന്ന, വൈചിത്ര്യങ്ങൾ ഏറെയുള്ള പ്രദേശം. ഇവിടെ രാജാവിന് മീതെ നിയമങ്ങളില്ല, നിലനിൽപ്പുകളില്ല. തൃപ്തികരമായ അത്താഴത്തിനു ശേഷം പൂമുഖപ്പടിയിൽ ചെന്ന് നിന്ന് മേൽക്കൂരയിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന മഴവെള്ളത്തിൽ കൈയും മുഖവും കഴുകുകയായിരുന്നു കുഞ്ഞുമകൻ. സുലു അപ്പനോട് ചോദിച്ചു, "അപ്പാ, അപ്പൻ എന്ത് വിചാരിക്കുന്നു?" നരച്ച ഊശാൻതാടി തടവി വാക്കുകൾക്കിടയിൽ ഒരുപാട് വിടവുകളിട്ടാണ് ആ വൃദ്ധൻ പ്രതിവചിച്ചത്. "എന്തു പറയാൻ മോനെ, ഒരു മനുഷ്യജന്മവും മുഴുവൻ ചാത്തിന് തീറ്റ കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഒരിക്കൽ പോലും മുടക്കം വരുത്തിയിട്ടില്ല. ഇതിപ്പോ സ്വന്തം ഗ്രാവിന് വേണ്ടി നീ..." "പോട്ടെ, സാരമില്ല. തമ്പുരാൻ അറിയാതിരുന്നാ നന്ന്." "തമ്പുരാൻ അറിയാതിരിക്കട്ടെ, തമ്പുരാൻ അറിയാതിരിക്കട്ടെ." "അപ്പാ, ഈ സദ്യ നമുക്ക് എന്നും കിട്ടാത്തതെന്ത്?" കൈകഴുകി തിരിച്ചെത്തിയ കുഞ്ഞുമകൻ ചോദിച്ചു. "ശുശു, പതിയെ പറയ്. തമ്പുരാന്റെ ചാരന്മാരാരേലും കേട്ടാൽ..." സുലു മകനെ വിലക്കി. വിരിയിൽ നിന്ന് എഴുന്നേറ്റ് ജാലകത്തിന്റെ സമീപം വന്നു നിന്ന് അയാൾ തുടർന്നു, "ഇനി മോൻ ഒരിക്കലും ഈ സദ്യക്കായി കൊതിക്കരുതിട്ടോ." "അതെന്തപ്പാ, നല്ല രുചിയാർന്ന്. ഇപ്പോഴും നാവില് നീര് കിനിയണ്. എന്നും വേണമപ്പ ഈ സദ്യ." "നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഇതെന്ന് കരുതിക്കോളിൻ. വലിയോരുടെ തീറ്റയാ. അവകാശപ്പെട്ട നിവേദ്യച്ചോറല്ലാതെ മറ്റൊന്നും നമ്മൾ മോഹിക്കാൻ പാടില്ല." എന്തോ മനസ്സിലാക്കിയിട്ട് എന്ന പോലെ കുഞ്ഞുമകൻ അകത്തെ മുറിയിലേക്ക് പോയി. സുലു പുറംപറമ്പിലേക്ക് നോക്കി നിന്നു. നിലാവുള്ള രാവുകളിൽ അക്കരെയുള്ള വെളിമ്പ്രദേശങ്ങളിൽ നിന്ന് കേൾക്കാറുള്ള താളമുറുക്കങ്ങളില്ലാത്ത രാഗം തണുത്ത കാറ്റിൽ ഒഴുകിയെത്തി. ഇപ്പോൾ ചാത്തൻ വിശന്നിരിക്കുകയായിരിക്കുമോ? അതോ അരമനയിലേക്കുള്ള യാത്ര ആരംഭിച്ചു കാണുമോ? സുലുവിന്റെ പതിവ് യാത്ര മുടക്കേണ്ടി വന്നതിന് പല കാരണങ്ങളുണ്ട്. ശക്തമായ മഴ, കാലിലെ മുറിവ്, വാടിത്തളർന്നുപോയ മകന്റെ മുഖം എന്നിങ്ങനെ. ചാത്തനുള്ള ചോറ് കുഞ്ഞുമകന് കൊടുത്തു. ആവശ്യത്തിന് ഭക്ഷണം കിട്ടാതെ കുടൽ ചുരുങ്ങി മരിച്ചുപോയ മൂത്ത മകന്റെ ഗതി അവന് വരാതിരിക്കട്ടെ എന്ന് കരുതി. "ഇന്നലത്തെ ചോറ് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കാലിന്റെ ദീനം മുൻകൂട്ടി കണ്ടിട്ടാണ്. ഒരു ചീത്ത മണമുണ്ടെന്നേ ഉള്ളൂ. കേടായി കാണത്തില്ല. പച്ചവെള്ളം കൂട്ടിക്കൊഴിച്ച് തിന്നാ മതി. എടുത്തു വെക്കട്ടെ?" "ഭാര്യയാണ്. എനിക്കിന്ന് വേണ്ട, അപ്പന് കൊടു." അയാൾ വീണ്ടും ചിന്തകളുടെ ശ്മശാന ഭൂവിലായി. അരമനയിലെ എണ്ണമില്ലാത്ത ചുമരുകളുടെ മറവുകളിലൂടെ നടന്നു നീങ്ങുന്ന ചാത്തന്റെ കാലടി ശബ്ദം, രാജാവിന്റെ വേദന നിറഞ്ഞ നിലവിളി. നാഥനില്ലാത്ത രാജ്യം. "അപ്പാ, പുറത്താരോ വന്നു നിൽക്കണ്. അപ്പനെ തിരക്കണുണ്ട്." കുഞ്ഞുമോൻ തോണ്ടി വിളിച്ചു പറഞ്ഞു. രാത്രി നേരത്തെ വിരുന്നുകാരനെ കാണാൻ പുറത്തേക്കുള്ള വാതിൽ തുറക്കുമ്പോൾ സുലു ഭയന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു. തന്റെ കള്ളത്തരം പിടിക്കപ്പെട്ടുവെന്നും നിലാവിന്റെ ക്ഷേത്രത്തിൽ ഭക്ഷണം എത്താതിരുന്നത് രാജാവ് അറിഞ്ഞെന്നും രാജാവിന്റെ ഉദ്യോഗസ്ഥരാരെങ്കിലുമാണ് പുറത്ത് വന്നിരിക്കുന്നതെന്നും അയാൾ ഭയപ്പെട്ടു. ഇരുട്ട് പുതച്ചു നിൽക്കുകയാണ് ആഗതൻ. ശുഭ്രവസ്ത്രധാരി, കഴുത്തോളം നീളമുള്ള മുടി, കയ്യിൽ വെള്ളി നിറമുള്ള ഒരു തൂക്കുപാത്രം. കുറച്ചുകൂടി അടുത്തേക്ക് ചെന്നപ്പോൾ അയാളുടെ അസ്വസ്ഥമായ മുഖഭാവം കണ്ടു. "എന്താ വേണ്ടത്? ആരാ?" വിറയാർന്ന സ്വരത്തിൽ സുലു ചോദിച്ചു. "നിങ്ങളുടെ അത്താഴം കഴിഞ്ഞോ?" "കഴിഞ്ഞോ എന്താ?" "ഏയ്, കഴിഞ്ഞിരിക്കാൻ വഴിയില്ല." ആഗതൻ തന്റെ കയ്യിലെ തൂക്കുപാത്രം സുലുവിന് വച്ചു നീട്ടി. അയാൾ പാത്രത്തിന്റെ മൂടി സാവധാനത്തിൽ തുറന്നു മാറ്റി. നിലാവിന്റെ ക്ഷേത്രത്തിലെ നൈവേദ്യച്ചോറ്. ആഗതൻ തുടർന്നു, "എനിക്ക് വിശന്നിട്ട് വയ്യ. ഞാൻ ഇത്രേ ദൂരം നടന്ന് നിങ്ങളുടെ ഭക്ഷണം കൊണ്ട് തന്നില്ലേ.
ഇനി എൻ്റെ ആഹാരം തിരിച്ചു തരൂ. സുലുവിന് പറയാൻ വാക്കുകളില്ലായിരുന്നു. ക്രമമില്ലാത്ത ശ്വാസോച്ഛ്വാസങ്ങളായും അർത്ഥമില്ലാത്ത വികൃത ശബ്ദങ്ങളായും ചില ആശയങ്ങൾ പുറത്തേക്ക് വന്നെന്ന് മാത്രം. നിലാവുള്ള രാത്രികളിൽ പുഴയ്ക്കക്കരെ നിന്ന് ഉയരാറുള്ള ആ രാഗം താളമുറുക്കങ്ങളോടെ, നിഗൂഢതകളോടെ സുലുവിനെ വന്നു പൊതിഞ്ഞു.